ഓ എന്ത് പാവം മനുഷ്യനല്ലേ. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഇത്രയൊക്കെ അടി കിട്ടി നിങ്ങളുടെ വണ്ടിൻ്റെ ഫ്രണ്ടിലോട്ടാണ് ഓടി വരുന്നത്. ചെ കുടിച്ച വെള്ളത്തിൽ പോലും സ്കാമുള്ള കാലം അപ്പം. അതുകൊണ്ട് ഇങ്ങനത്തെ പല തക്കിട തരികിട പരിപാടികളും നമ്മുടെ ബാംഗ്ലൂർ വളരെ കോമൺ ആയിട്ട് നടക്കേണ്ടത്. സിറ്റിൻ്റെ അകത്താട്ടോ, സിറ്റിൻ്റെ ഔട്ടറിലൊന്നുമല്ല. ഇങ്ങനെ പല ഗോഷ്ഠികളും കാണിച്ച് മേക്കപ്പ് ഇട്ട് നിങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ഇപ്പം വന്ന് വെക്കും. നിങ്ങളുടെ ബോണറ്റുമിലേക്ക് അവൻ കിടക്കും. അവൻ ആർത്ത് വിളിച്ചു കൂട്ടും. നാട്ടുകാരൊക്കെ ഓടി വരുമ്പോൾ നിങ്ങളുടെ വണ്ടി ഇടിച്ചത് അവൻ ഇത്രയും മേക്കപ്പ് ചെയ്ത് മൊത്തം അവൻ്റെ പരിക്കായിട്ട് മാറും. അത് മാത്രമല്ല, നിങ്ങൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നഷ്ടപരിഹാരം ചോദിക്കും. ഹോസ്പിറ്റലിലോട്ടും പോലീസിൻ്റെ അടുത്തോട്ടും ഒന്നും അവന് പോകേണ്ടി വരില്ല. നിങ്ങൾ എന്തെങ്കിലും പൈസ കൊടുക്കേണ്ടി വരും. നിങ്ങൾ മനസ്സാ വാച അറിയാത്ത കാര്യം കൂളായിട്ട് കുറച്ച് പൈസയും പോക്കറ്റിലാവും പോകും. അതല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർ ഫ്രണ്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഡോറ് തുറക്കുമ്പോഴേക്കും പുറത്തുനിന്ന് വേറെ ആൾക്കാർ നമ്മൾ അറ്റാക്ക് ചെയ്യും. ഇതൊക്കെ ഇപ്പം ബാംഗ്ലൂർ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സ്കാമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളുക. ഈ ഡാഷ് ക്യാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അവൻ വരുമ്പോഴേ അവൻ ഞൊണ്ടിക്കൊണ്ടാണ് വന്നതെന്നുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളുക. ഇത് ഈ സ്കാം വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ കണ്ടുവരുന്നുണ്ട്. കാറ് പോകുന്നവർ എത്രയും പെട്ടെന്ന് ഡാഷ് ക്യാം വെച്ചോളുക.